കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന ജലസേചന പദ്ധതി നിർമ്മാണം ഇഴയുന്നു. കാമാക്ഷി പഞ്ചായത്തിലെ നെല്ലിപ്പാറയിൽ 70ഓളം കർഷകർക്ക് ഗുണകരമാകുന്ന മൈക്രോ ഇറിഗേഷൻ പദ്ധതിയാണ് പാതി വഴിയിൽ മുടങ്ങിയത്. 6.73 കോടി മുതൽമുടക്കുള്ള പദ്ധതിയാണിത്. സംസ്ഥാന ഗവൺമെന്റ് കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടക്കമിട്ട KM മാണി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജലസേചന പദ്ധതിയാണ് ഇത്. 70ഓളം വരുന്ന ഗുണഭോക്താക്കൾ ചേർന്ന് സ്ഥലം വാങ്ങി നൽകിയിടത്താണ് കുളവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത്. നിർമ്മാണം ആരംഭിച്ച് 4 വർഷം പൂർത്തിയായ പദ്ധതി സമീപകാലത്ത് പ്രവർത്തിപ്പിച്ചുവെങ്കിലും കുളത്തിൽ നിന്നും വെള്ളം എത്തുന്ന ടാങ്കിന് ചോർച്ച കണ്ടെത്തുകയായിരുന്നു. ഇത് പരിഹരിച്ച് പദ്ധതി പ്രവർത്തനക്ഷമമാക്കുന്നതിനാണ് വീണ്ടും കാലതാമസം നേരിടുന്നത്. ഇതാകട്ടെ കടുത്ത വേനലായതോടുകൂടി കാർഷിക മേഖലയ്ക്ക് കനത്ത പ്രഹരവുമാണ്. KM മാണി മൈക്രോ ഇറിഗേഷൻ പദ്ധതി എന്ന പേരിൽ പാലക്കാട് നെല്ലിപ്പാറ ഭാഗത്ത് കഴിഞ്ഞ 4 വർഷം മുമ്പാണ് ജലവിഭവ വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിച്ചത്. പക്ഷേ ജനുവരി മാസങ്ങളിൽ ജനുവരി ആകുമ്പോഴത്തേക്കും തോട്ടിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവാകുന്നതുകൊണ്ട് ഇതിന്റെ നടത്തിപ്പ് എത്രമാത്രം വിജയകരമാകും എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് കേവലം 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ ഉദ്ഘാടന ദിവസം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകത വരികയും ടാങ്കിന്റെ പല ഭാഗങ്ങളിലും ചോർച്ചയും അതേ തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ അതിന് മെയിൻ്റനൻസ് പണികൾ നടക്കുന്നതാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്ക് വേണ്ട ഗുണനിലവാരത്തോടു കൂടി പണിയാത്തത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. വെള്ളം ലഭിക്കാത്തതിനാൽ കൃഷികൾ അപ്പാടെ കരിഞ്ഞുടങ്ങുന്ന അവസ്ഥയാണ് മേഖലയിൽ ഉള്ളത്. 6.73 കോടി മുതൽ മുടക്കിയ പദ്ധതിയുടെ ടാങ്ക് കാമാക്ഷി പഞ്ചായത്തിലെ 7ാം വാർഡിലും കുളം 6ാം വാർഡിലുമാണ്. പദ്ധതിയുടെ നിർമ്മാണത്തിലെ അപാകതയും അധികൃതരുടെ മെല്ലപ്പോക്കുമാണ് ഗുണകരമായ രീതിയിൽ പദ്ധതി ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്തത് എന്ന ആരോപണമാണ് ഉയരുന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.